ഹലോ, ഞാനിന്ന് ഉണ്ടാക്കിയത് പാൽക്കട്ടയാണ്. പാൽക്കട്ട എന്ന് പറയുമ്പോൾ പാലൊട്ടും ചേർക്കാത്ത പാൽക്കട്ടയാണ് കേട്ടോ. മൂന്ന് സാധനമേ ഉള്ളൂ: മൈദയും പഞ്ചസാരയും നെയ്യും. ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1.5 കപ്പ് നെയ്യ് ഒഴിക്കണേ. 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്, 1 കപ്പ് പഞ്ചസാരയാണ്. അതിന് ഒരു 1.5 കപ്പ് ഇതെടുക്കണം, നെയ്യ് എടുക്കണേ. എന്നിട്ട് അത് നന്നാക്കി ആദ്യം തന്നെ നെയ്യ് ചൂടായതിന് ശേഷം നമ്മൾ മൈദ ഇട്ടിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അത് നന്നാക്കി യോജിച്ചതിന് ശേഷം നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ പഞ്ചസാരയിൽ ഞാനൊരു 3 ഏലക്കായ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഏലക്കായ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഈ പഞ്ചസാര പൊടിക്കുമ്പോഴാണ് ഏലക്കായും കൂടി ഇട്ട് ഞാൻ കൂടത്ത് പൊടിച്ചതാണ്. എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് ശേഷം നമ്മൾ അതിങ്ങനെ ചട്ടിയിൽ നിന്ന് പോരുന്നൊരു പാകമാവുമല്ലോ, അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇങ്ങനെ ചെറിയൊരു പാത്രം ഞാൻ എടുത്തത് കേട്ടോ. അത് ഫ്രീസറിൽ വെക്കാൻ പാകത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ്. എനിക്ക് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് പറ്റിയൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ കേക്ക് പോലെ മുറിച്ചെടുക്കാനാണ്. ഇതിങ്ങനെ ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിലാണെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാകും. ഞാനൊരു 1 മണിക്കൂർ വരും വെച്ച്, അത്രയും ടൈമൊന്നും വേണ്ട. അതുകൊണ്ട് എൻ്റെ ഒരു ഹാർഡായിട്ട് നിൽക്കേണ്ടായിരുന്നു. അതിന് ഒരു മണിക്കൂർ, അരമണിക്കൂറൊക്കെ മതിയാവും. ഫ്രീസറിന് പുറത്താണെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരുമേ. എന്നിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. മക്കൾക്കൊക്കെ നന്നാക്കി ഇഷ്ടപ്പെടും. നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ പറ്റുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.